നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ കുറെ കൂട്ടുകാരായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു തൊഴിൽ പ്രസിദ്ധീകരണങ്ങളിൽ നിന്നുള്ള കറണ്ട് അഫയേഴ്സ് കൂടി ഒന്ന് ചെയ്യാമോ എന്ന്. അപ്പോൾ നമ്മളിപ്പോൾ 2021 മെയ് മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. PSC ബുള്ളറ്റിൻ കറണ്ട് അഫയേഴ്സ് ചെയ്തു, അതുപോലെ പത്രങ്ങളിൽ നിന്നുള്ള കറണ്ട് അഫയേഴ്സ് കളക്ട് ചെയ്തു. ഇനി നമുക്ക് തൊഴിൽ പ്രസിദ്ധീകരണങ്ങളിൽ നമ്മൾ വിട്ടുപോയ എന്തെങ്കിലും കറണ്ട് അഫയേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ നിന്നും കൂടി കളക്ട് ചെയ്ത് ഞാൻ തരുവാണ്. അപ്പോൾ ടോപ്പ് 25 ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ ലോക്ക്ഡൌൺ കാലത്ത് ഈ തൊഴിൽ വാർത്ത, തൊഴിൽ വീതി പോലുള്ള തൊഴിൽ പ്രസിദ്ധീകരണങ്ങൾ വാങ്ങാൻ സാഹചര്യം ഇല്ലാത്തവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് കരുതി. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, വിശ്വമഹാകവിയായ രവീന്ദ്രനാഥ ടാഗോറിന്റെ 160ാം ജന്മവാർഷിക ദിനം എന്നായിരുന്നു? മെയ് മാസം 7. അപ്പോ വിശ്വമഹാകവിയായ രവീന്ദ്രനാഥ ടാഗോറിന്റെ 160ാമത്തെ ജന്മവാർഷികമായിരുന്നു മെയ് 7 ആചരിച്ചത്. രണ്ടാമത്തെ ചോദ്യം, കോവിഡ് ചികിത്സയ്ക്കുള്ള മെഡിക്കൽ ഓക്സിജനും മറ്റും വിദേശത്തെ സുഹൃത്ത് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിൽ എത്തിക്കുന്നതിനായി നാവികസേന ആരംഭിച്ച ഓപ്പറേഷന്റെ പേര് ഓപ്പറേഷൻ സമുദ്രസേതു സെക്കൻഡ് എന്നാണ്. അപ്പോൾ സമുദ്രസേതു സെക്കൻഡ് നാവികസേനയുടെ ഓപ്പറേഷൻ ആണ്. എന്താണ് അതിന്റെ ഉദ്ദേശം? കോവിഡ് ചികിത്സയ്ക്കുള്ള മെഡിക്കൽ ഓക്സിജനും മറ്റും വിദേശത്തെ സുഹൃത്ത് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നാവികസേന ഓപ്പറേഷൻ സമുദ്രസേതു സെക്കൻഡ് ആരംഭിച്ചത്. അടുത്ത ചോദ്യം, US പ്രസിഡന്റ് ജോ ബൈഡന്റെ മുതിർന്ന ഉപദേശകയായി നിയമിക്കപ്പെട്ട ഇന്ത്യൻ വംശജ ആരാണ്? നീര ടണ്ടൻ ആണ്. ഈ ചോദ്യം വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്, കാരണം ഇന്ത്യൻ വംശജയാണ്, അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടന്റ് ആണ്. US പ്രസിഡന്റ് ജോ ബൈഡന്റെ മുതിർന്ന ഉപദേശകയായി നിയമിക്കപ്പെട്ട ഇന്ത്യൻ വംശജ ആരാണ്? നീര ടണ്ടൻ. നീര ടണ്ടൻ. നാലാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര നഴ്സസ് ദിനം എന്നായിരുന്നു? മെയ് മാസം 12 അന്താരാഷ്ട്ര നഴ്സസ് ദിനം. 2021 ദിനാചരണ വിഷയം നഴ്സസ് എ വോയിസ് ടു ലീഡ് എ വിഷൻ ഫോർ ഫ്യൂച്ചർ ഹെൽത്ത് കെയർ എന്നുള്ളതായിരുന്നു. നഴ്സസ് എ വോയിസ് ടു ലീഡ് എ വിഷൻ ഫോർ ഫ്യൂച്ചർ ഹെൽത്ത് കെയർ, മെയ് 12. 5. ഏത് രാജ്യത്ത് നിന്നുള്ള US സേനയുടെ പിന്മാറ്റമാണ് ജോ ബൈഡൻ അടുത്തിടെ പ്രഖ്യാപിച്ചത്? അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള US സേനയുടെ പിന്മാറ്റമാണ് പ്രസിഡന്റ് ജോ ബൈഡൻ അടുത്തിടെ പ്രഖ്യാപിച്ചത്. അടുത്ത ചോദ്യം, അടിയന്തര ഘട്ടങ്ങളിൽ രക്തം നൽകി സഹായിക്കുന്നതിനായി സംസ്ഥാന പോലീസ് ഏർപ്പെടുത്തിയ സംവിധാനമാണ് പോൽ ബ്ലഡ്. പോൽ ബ്ലഡ്. 7. കൊൽക്കത്ത ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി വിരമിച്ച മലയാളിയാണ് തോട്ടത്തിൽ ബി രാധാകൃഷ്ണൻ. തോട്ടത്തിൽ ബി രാധാകൃഷ്ണൻ കൊൽക്കത്ത ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു, വിരമിച്ചു. നിങ്ങൾ PSC പരീക്ഷകളെ വളരെ സീരിയസ് ആയിട്ട് സമീപിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഉയർന്ന റാങ്ക് നേടാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്പ് ഞാൻ പറഞ്ഞു തരാം. അൺഅക്കാഡമി. അൺഅക്കാഡമിയിൽ കേരള PSCക്ക് വേണ്ടിയിട്ട് നല്ല അടിപൊളി കോഴ്സുകളാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അൺഅക്കാഡമിയിൽ 9th ജൂൺ 9 സ്റ്റാർട്ട് ചെയ്യുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ഒരു 45 days ക്രാഷ് കോഴ്സാണ് ദൗത്യം. അപ്പോൾ ഈ കോഴ്സിൽ 9 എഡ്യൂക്കേറ്റേഴ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത്. ഈ കോഴ്സ് 10% ഡിസ്കൗണ്ടോടുകൂടി കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ അൺഅക്കാഡമി സ്റ്റാർട്ട് ചെയ്ത കാലം മുതലുള്ള കോഴ്സും അൺഅക്കാഡമിയിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ കോഴ്സുകളും അൺഅക്കാഡമിയിലെ എല്ലാ ഫ്രീ ലൈവ് ക്ലാസ്സസ്, സ്പെഷ്യൽ ക്ലാസ്സസ്, PDF നോട്ട്സ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ കോഡ് ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ 10% ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. ഇനി 10th ലെവൽ മെയിൻ എക്സാമിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ജൂൺ 10 അൺഅക്കാഡമിയിൽ ജേതാവ് എന്ന് പറയുന്ന ഒരു 100 ദിവസത്തെ കോംപ്രഹെൻസീവ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ കോഴ്സും നിങ്ങൾ ഒരു പ്രാവശ്യം സബ്സ്ക്രിപ്ഷൻ എടുത്താൽ ഈ എല്ലാ കോഴ്സുകളും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഡിസ്കൗണ്ട് കിട്ടുന്ന കോഡ് മറക്കണ്ട, ടിപ്സ് ആൻഡ് ട്രിക്സ്. 8. 2021 മെയ് 2 ഏത് വിഖ്യാത ഇന്ത്യൻ ചലച്ചിത്ര സംവിധായകന്റെ 100ാമത് ജന്മവാർഷിക ദിനമായിരുന്നു? സത്യജിത് റായിയുടെ 100ാമത് ജന്മവാർഷിക ദിനമായിരുന്നു 2021 മെയ് മാസം 2. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് അർമേനിയയിൽ നടന്ന കൂട്ടക്കൊല വംശഹത്യ ആയിരുന്നുവെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ അടുത്തിടെ സ്ഥിരീകരിച്ചു. ആരാണ് ഈ വംശഹത്യ നടത്തിയത്? തുർക്കിയിലെ ഓട്ടോമാൻ ഭരണകൂടം. 10. ഫോബ്സ് മാസികയുടെ 30 വയസ്സിന് താഴെയുള്ള 30 സ്വയം സംരംഭകരുടെ പട്ടികയിൽ ഇടം പിടിച്ച മലയാളി വനിതയാണ്
പ്രിയങ്ക പ്രസാദ്. പ്രിയങ്ക പ്രസാദ്. അടുത്ത ചോദ്യം, 2 ഡോസ് കോവിഡ് വാക്സിൻ സ്വീകരിച്ചവർ മാസ്ക് ധരിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ച രാജ്യം US ആണ്. അടുത്ത ചോദ്യം, സർക്കാർ ഉടമസ്ഥതയിലുള്ള ബസ്സുകളിൽ അടുത്തിടെ വനിതകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ച സംസ്ഥാനമാണ് തമിഴ്നാട്. രാജീവ് ഗാന്ധി വധക്കേസിൽ CBIയുടെ മുഖ്യ അന്വേഷണ ഉദ്യോഗസ്ഥനായി പ്രവർത്തിച്ച് അടുത്തിടെ അന്തരിച്ച വ്യക്തിയാണ് കെ രഘോത്തമൻ. 14. ഏത് മലയാളിയാണ് ഏറ്റവും ഒടുവിൽ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടത്? ദേവസഹായം പിള്ളയാണ്. 15. 15ാം കേരള നിയമസഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടി വിജയിച്ചത് ആരാണ്? KK ശൈലജ ടീച്ചറാണ്. KK ശൈലജ. 16. കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയായി നിയമിതനായത് TV സോമനാഥൻ. ഈ ചോദ്യം ഇമ്പോർട്ടന്റ് ആണ്. കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയായി നിയമിതനായത് ആരാണ്? TV സോമനാഥനാണ്. 17. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ പേഴ്സണൽ സെക്രട്ടറിയും സ്വാതന്ത്ര്യ സമര സേനാനിയുമായി അടുത്തിടെ അന്തരിച്ച വ്യക്തിയാണ് വി കല്യാണം. അടുത്തിടെ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റിന് നൽകിയ പേരെന്താണ്? ടൗട്ടെ എന്നാണ്. ഈ ടൗട്ടെ എന്ന ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം മ്യാൻമർ ആണ്. ടൗട്ടെ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? പല്ലി എന്നാണ് ടൗട്ടെ എന്ന വാക്കിന്റെ അർത്ഥം എന്ന് ഓർക്കുക. അറബിക്കടൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ്. 20ാമത്തെ ചോദ്യം, പ്രഥമ കേരള മന്ത്രിസഭയിലെ ജീവിച്ചിരുന്ന ഏക അംഗവും സംസ്ഥാനത്തെ ആദ്യ വനിതാ മന്ത്രിയുമായ KR ഗൗരിയമ്മ മെയ് 11 എത്രാമത്തെ വയസ്സിലാണ് അന്തരിച്ചത്? 102ാമത്തെ വയസ്സിലാണ് ഗൗരിയമ്മ അന്തരിച്ചത് എന്ന് ഓർക്കുക. 21. നേപ്പാൾ പാർലമെന്റിൽ നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ പരാജയപ്പെട്ട ശേഷം കഴിഞ്ഞ ആഴ്ച വീണ്ടും തൽസ്ഥാനത്തേക്ക് തിരിച്ചെത്തിയ പ്രധാനമന്ത്രി ആരാണ്? KP ശർമ്മ ഒലി. 22ാമത്തെ ചോദ്യം, മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ അപ്പോളോ 11 ദൗത്യത്തിൽ ഉൾപ്പെട്ട 3 അംഗ സംഘത്തിലെ ഒരാൾ ഏപ്രിൽ 28 അന്തരിച്ചു. അദ്ദേഹത്തിന്റെ പേരെന്താണ്? മൈക്കിൾ കോളിൻസ്. അടുത്ത ചോദ്യം, എത്രാമത്തെ ഓസ്കാർ അവാർഡുകളാണ് 2021 ഏപ്രിൽ മാസം 25 ലോസ് ഏഞ്ചലസിൽ പ്രഖ്യാപിച്ചത്? 93rd ആണ്. 93ാമത്തെ ഓസ്കാർ പുരസ്കാരമാണ് പ്രഖ്യാപിച്ചത്. 24ാമത്തെ ചോദ്യം, നിയമസഭാ അംഗങ്ങളായി 50 വർഷം പൂർത്തിയാക്കിയ ഏത് വ്യക്തികളെ പറ്റിയുള്ള പുസ്തകങ്ങളാണ് ഏപ്രിൽ 26 നിയമസഭാ ദിനാഘോഷത്തിന്റെ ഭാഗമായി പ്രകാശനം ചെയ്തത്? KM മാണി, ഉമ്മൻചാണ്ടി എന്നിവരെ പറ്റിയുള്ള പുസ്തകങ്ങളാണ്. 50 വർഷം നിയമസഭാ അംഗങ്ങളായി 50 വർഷം പൂർത്തിയാക്കിയ KM മാണി, ഉമ്മൻചാണ്ടി എന്നിവരെ പറ്റിയുള്ള പുസ്തകങ്ങളാണ് ഏപ്രിൽ 26 നിയമസഭാ ദിനാഘോഷത്തിന്റെ ഭാഗമായി പ്രകാശനം ചെയ്തത്. അവസാനത്തെ ചോദ്യം, US ശേഷം ചൊവ്വയിൽ റോവർ ഇറക്കുന്നതിൽ വിജയം നേടിയ രാജ്യമാണ് ചൈന. അപ്പൊ US ശേഷം ചൊവ്വയിൽ റോവർ ഇറക്കുന്നതിൽ വിജയം നേടിയ രാജ്യം ഏതാണ്? ചൈനയാണ്. അപ്പോ മെയ് മാസം തൊഴിൽ പ്രസിദ്ധീകരണങ്ങളിൽ വന്ന 25 ടോപ്പ് കറണ്ട് അഫയേഴ്സും നിങ്ങൾക്ക് നൽകി കഴിഞ്ഞു. ഇനി നമുക്ക് മെയ് മാസം കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് PSC ബുള്ളറ്റിന്റെ 2ാമത്തെ ഒരു പാർട്ടും കൂടെ ആകുമ്പോഴത്തേക്കും മെയ് മാസത്തെ കറണ്ട് അഫയേഴ്സ് ഫുൾ ആയിട്ട് തന്നെ ഞാൻ തന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം. വീണ്ടും കാണാം. താങ്ക് യു. അതുപോലെ ജൂൺ 2 സ്റ്റാർട്ടായിട്ടുള്ള 12th ലെവൽ മെയിൻ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു ബാച്ച് കോഴ്സാണ് ദിശ. ഇത് 120 ദിവസത്തെ ഒരു ബാച്ച് കോഴ്സാണ്. ഈ കോഴ്സും നിങ്ങൾക്ക് ഒരു പ്രാവശ്യം സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ എല്ലാ കോഴ്സുകളും കാണാൻ പറ്റുന്നതാണ്. കൂടാതെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി മെയ് 27 സ്റ്റാർട്ടായിട്ടുള്ള ഒരു ബാച്ച് കോഴ്സാണ് ദൗത്യം. ഇത് 120 ദിവസത്തെ ബാച്ച് കോഴ്സാണ്. നല്ല ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ആണ് ഈ എല്ലാ കോഴ്സുകളിലും ക്ലാസ് എടുക്കുന്നത്. ഈ കോഴ്സും നിങ്ങൾക്ക് ഒറ്റ സബ്സ്ക്രിപ്ഷനോട് കൂടി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ടും കൂടാതെ നിങ്ങൾക്ക് അൺഅക്കാഡമിയിൽ നിന്ന് കിട്ടുന്ന പോയിന്റ്സ് കൊണ്ട് എക്സ്ട്രാ ഡിസ്കൗണ്ടും കിട്ടുന്നതാണ്.